സെക്കൻഡ് ഹാഫിൽ ഒരു മാസ് ഫൈറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഇത്രയും ഹൈപ്പിനുള്ളതുണ്ടോ എന്ന് ചോദിച്ചാൽ ഐ കാൺ സേ ദാറ്റ്. ഡിസപ്പോയിന്റഡ് എന്നല്ല, നമുക്ക് വന്നൊരു ഹൈപ്പ് ഉണ്ടായിരുന്നില്ല, അത്രയ്ക്കുള്ളതില്ല. അങ്ങനെ ഈ ഇത്രയും ഗേറ്റ് വെച്ചേക്കുന്നതിന്റെ അത്രയ്ക്കൊന്നുമില്ല. പക്ഷെ ലാലേട്ടൻ ഫാക്ടർ എന്നുള്ളത് ആ ഒരു സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. ഇപ്പം ലൂസിഫർ ആണോ എമ്പുരാനാണെന്ന് പറഞ്ഞാൽ മൈ പേഴ്സണൽ ഒപ്പീനിയൻ ഇറ്റ്സ് ലൂസിഫർ. അതിന്റെ ഒരു ലെവലിന് എനിക്ക് പേഴ്സണലി വയലൻസ് ഇച്ചിരി കൂടുതലുണ്ട്. ലൂസിഫറിന് അത്രയ്ക്ക് വയലൻസ് ഇല്ലായിരുന്നല്ലോ. കുറെ മാസ് ഡയലോഗ്സും കുറെ പഞ്ച് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഇതിലില്ലായിരുന്നു. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ വയലൻസ് ആണ് കുറച്ചധികം കൂടുതലായിട്ട് തോന്നിയത്. തിയേറ്റർ എക്സ്പീരിയൻസ് ഇസ് ഗുഡ്. മാസ് BGM, പിന്നെ ആ സീൻസും ലൊക്കേഷൻസ് ഒക്കെ അതൊക്കെ സൂപ്പറാണ്. പക്ഷെ ആ ലാലേട്ടനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ബിക്കോസ് എവ്രി വൺ വാസ് സേയിങ് 6 വർഷത്തിന് ശേഷമുള്ള ലാലേട്ടൻ മൂവി എന്നുള്ള ആ ഒരു മാസ് ഫീൽ ചെയ്തില്ല എന്നേ ഉള്ളൂ. പക്ഷെ ആസ് എ മൂവി ഇറ്റ് ഈസ് ഗുഡ്. പക്ഷെ ആ ഒരു മാസ് ഫീലിംഗ് വാസ് മിസ്സിംഗ്. ട്രെയിനാണ് ഇന്ത്യൻ സിനിമയുടെ അംബാസഡർ എന്ന് പറഞ്ഞവർ 800 ക്വാളിറ്റി പോലും ഇല്ല. അഹങ്കാരം എന്ന് പറയുന്ന പൃഥ്വിരാജ് ആണെങ്കിൽ ഏവനാണ്. അഹങ്കാരം ശകലം കാണിക്കും. ഇതേപോലുള്ള ഒരു മനുഷ്യനെ കൊണ്ടൊന്ന് മറ്റേ പരിപാടി ചെയ്യണം. 5 ഡയലോഗാണ് ആ മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചത്. 5 ഡയലോഗ്. ആര് ഇന്ത്യൻ മലയാള സിനിമയെ ഉദ്ധരിക്കാൻ വേണ്ടി നടക്കണം. അത്രയല്ല, 5 ഡയലോഗാണ് അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിച്ചത്. 5 ഡയലോഗ്. മോഹൻലാലിന്റെ കട്ട ഫാനാണ്. മോഹൻലാലിന് വേണ്ടി മരിക്കാൻ വേണ്ടി റെഡിയായിരിക്കുന്ന ആളാണ്. അയാളെ കൊണ്ട് 5 ഡയലോഗ്. ആര് മലയാള സിനിമയുടെ അംബാസഡർ ആവാൻ നടക്കണം അവനാണ്. 10 വയസ്സിക്ക് കൊള്ളിയല്ല, തീർത്തും മോശം. 100 വേണ്ടിട്ട് കിട്ടി, അത്രേ ഉള്ളൂ സംഭവം. വില്ലനും കുഴപ്പമൊന്നുമില്ല, മോഹൻലാലും ഇല്ല, പൃഥ്വിരാജും ഇല്ല, ആരും ഇല്ല. കാരണം കടന്ന് കൊല്ലുക എന്ന് പറഞ്ഞാൽ എത്രേ ഉള്ളൂ. കൊള്ളില്ല. കാരണം കൊണ്ടുവരുന്ന അടുത്ത സൂപ്പർ സ്റ്റാറായിട്ട് വരുന്ന പൃഥ്വിരാജാ. അപ്പൊ മോഹൻലാലിനെ തീർക്കുക, അത്രേ ഉള്ളൂ, കഴിഞ്ഞു.